വളരെ ക്ലിയറായിട്ട് എനിക്ക് ആൽഫയിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആൽഫ വന്ന് എൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു പറ്റില്ല, നടക്കത്തില്ല, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്, പറ്റുന്ന കാര്യമില്ല. ആൽഫയുടെ ഒറ്റ ഒരാളുടെ റിക്വസ്റ്റിൻ്റെ പുറത്ത് മാത്രമാണ് ഞാനിവിടെ ഉള്ളത്. സോ ആൻഡ് ഈ ഒരു എന്താ പറയുക, ഒരു കസ്റ്റമറും കൂടി ആയ സ്ഥിതിക്ക് ഈ വണ്ടിയും ഒരുപാട് വണ്ടി നോക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആൽഫയുടെ പ്രൊഫഷണലിസമാണ് ഇതെടുക്കാൻ ഞാൻ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു 3 ഗുണങ്ങൾ, ഓണസ്റ്റി, പ്രൊഫഷണലിസം, സിൻസിയറിറ്റി, ഇത് നിങ്ങളുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ പലതും പറഞ്ഞു, അതൊന്നും ഞാൻ ഡിസോൺ ചെയ്യുന്നു, എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, ഐ ആം സ്ട്രിക്ട്ലി ഹിയർ ഓൺ പ്രൊഫഷണൽ, നോട്ട് ഓൺ പ്രൊഫഷണൽ തിങ് ആൻഡ് പേഴ്സണൽ തിങ് ഹിയർ. സോ അത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. അത് ആർമിയിലെ ഏതൊരു ഓഫീസറിനും ഉള്ള ക്വാളിറ്റീസ് മാത്രമേ എനിക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്കില്ല. തന്നെയല്ല, ഇന്ത്യൻ ആർമി ഫങ്ഷൻ ചെയ്യുന്നത് അതിൻ്റെ നല്ലൊരു ശതമാനവും ആൽഫയെ പോലെയുള്ള എന്താ പറയുക പയ്യന്മാർ, അതായത് JCOസും അതായത് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സും ജവാന്മാരും, അവരുടെ കോൺട്രിബ്യൂഷനും ഒരുപാടാണ്. അപ്പോൾ ഈ ക്വാളിറ്റീസ് ഉള്ളവരാണ് നമ്മളുടെ കൂടെയുള്ള എല്ലാ എന്താ പറയുക സോൾജേഴ്സ്. അപ്പോൾ അവർക്കൊക്കെയുള്ള ക്വാളിറ്റീസ് എന്താണോ അതൊക്കെ മാത്രം ആണ് എനിക്കുള്ള ക്വാളിറ്റീസ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ ഡിസോൺ ചെയ്യുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദം ഓൾ വാട്ട് ഈസ് ഇന്ത്യൻ ആർമി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഓണം ആശംസകൾ ഇപ്പോഴേ പറയുന്നു. തന്നെയല്ല, ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ്വലൈസ് ചെയ്യാനും അങ്ങനെ തന്നെ ആയി തീരാനും കഴിയട്ടെ ഈ വർഷം എന്നുകൂടി ആഗ്രഹിക്കുന്നു.